Hi friends, welcome back to Candela Study Circle. So, we will discuss Indian Army Active Technical Question Paper Set 6 Mental Ability Questions. So, we will questions Army Previous Year Question Paper playlist available. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ എന്തൊക്കെയാണ് മെന്റൽ എബിലിറ്റിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, A and B can do a work in 12 days, B and C in 15 days, C and A in 20 days. If A, B and C work together, they will complete the work in how many days? അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എയും ബിയും ഒരു വർക്ക് 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, അതേ വർക്ക് ബിയും സിയും 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, അതേ വർക്ക് സിയും എയും 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ എയും ബിയും സിയും കൂടെ ഒരുമിച്ച് ഈ ഒരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് തീരും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 7 5/6 ദിവസം, ഓപ്ഷൻ ബി 15 2/3 ഡേയ്സ്, ഓപ്ഷൻ സി 10 ഡേയ്സ്, ഓപ്ഷൻ ഡി 5 ഡേയ്സ്. അപ്പോൾ എത്ര ദിവസം കൊണ്ടാണ് അത് കംപ്ലീറ്റ് ആവുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എഫിഷ്യൻസി മെത്തേഡ് ഉപയോഗിച്ചിട്ട് തന്നെ ഇവിടെ ചെയ്യാം. സോ എയും ബിയും ഈ ഒരു വർക്ക് 12 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ബി ആൻഡ് സി, അതായത് എ പ്ലസ് ബി എന്ന് കൊടുക്കാം, ബി പ്ലസ് സി ഈ ഒരു വർക്ക് 15 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ സി പ്ലസ് എ ഈ ഒരു വർക്ക് 20 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ 15ൻ്റെയും 12ൻ്റെയും 20ൻ്റെയും LCM 60 ആണ്. സോ ഇവരുടെ എഫിഷ്യൻസി ഇവിടെ 12 × 5 ആണ് 60, ദെൻ 15 × 4 ആണ് 60, 20 × 3 ആണ് 60. സോ എഫിഷ്യൻസി ഇവിടെ 2 ഓഫ് എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസിയാണ് 5 4 9 12 വരുന്നത്. നമുക്ക് എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി ദാറ്റ് ഈസ് ഈക്വൽ ടു 12/2. അപ്പം എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 6 ആണ്. അങ്ങനെയെങ്കിൽ എത്ര ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ആക്കുമെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ 60 / 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഡേയ്സ്. അപ്പോൾ 10 ദിവസം കൊണ്ടാണ് എയും ബിയും സിയും കൂടെ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കുന്നത്. സോ ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, 10 ഡേയ്സ്. അടുത്ത ചോദ്യം, എ റൂം ഈസ് 5 മീറ്റർ ലോങ്, 3.5 മീറ്റർ വൈഡ് ആൻഡ് 3 മീറ്റർ ഹൈ, ഏരിയ ഓഫ് 4 വാൾ ഈസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു റൂമിൻ്റെ നീളം 5 മീറ്ററും അതിൻ്റെ വീതി 3.5 മീറ്ററും അതിൻ്റെ ഉയരം 3 മീറ്ററും ആണെങ്കിൽ ആ 4 ചുമരുകളുടെയും ഏരിയ കൂട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര കിട്ടും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 56 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ബി 144 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ സി 51 മീറ്റർ സ്ക്വയർ, ഓപ്ഷൻ ഡി 400 മീറ്റർ സ്ക്വയർ. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ജസ്റ്റ് ഒരു റഫ് ഫിഗർ വരക്കാം. സോ നമുക്കിവിടെ ഫസ്റ്റ് പറഞ്ഞത് എ റൂം ഈസ് 5 മീറ്റർ ലോങ് ആൻഡ് 3.5 മീറ്റർ വൈഡ്. അപ്പം ഒരു റൂമിൻ്റെ 2 ഭാഗത്തെ ചുമരുകൾ, അതായത് ഇവിടെ 5 മീറ്റർ ആയിരിക്കും, ഇവിടെ 3.5 മീറ്റർ ആയിരിക്കും. ദെൻ നെക്സ്റ്റ് പറയുന്നത് അതിൻ്റെ ഹൈറ്റ് 3 മീറ്റർ, അതായത് ചുമരിൻ്റെ മുകളിലേക്കുള്ള ഹൈറ്റ് എന്ന് വരുന്നത് 3 മീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെയും 3 മീറ്ററാണ്. അപ്പം ഈ ഒരു 4 ചുമരുകളുടെ ടോട്ടൽ ഏരിയ എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഈ തരത്തിലുള്ള 2 ചുമരുകൾ, അതായത് ഇതേ ഒരു ഏരിയയിലുള്ള ചുമര് ഇവിടെ ഉണ്ടാവും, ഇതേ ഏരിയയിലുള്ള ചുമര് ഇവിടെ ഉണ്ടാവും. അപ്പം ഈ ഒരു 4 ചുമരുകളുടെ ഏരിയ നമുക്ക് ഫസ്റ്റ് ഇവിടെ 3.5 × 3 × 2 പ്ലസ് ഇവിടെ 5 × 3 × 2 ചെയ്തിട്ടുണ്ടെങ്കിൽ 4 ചുമരുകളുടെയും ഏരിയ നമുക്ക് കിട്ടും. സോ 3.5 × 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10.5 ആണ്, 10.5 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 21 ആണ്, പ്ലസ് 5 × 3 എന്ന് പറഞ്ഞാൽ 15, 15 × 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30. സോ ടോട്ടൽ 51 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ 4 ചുമരുകളുടെയും കൂടെയുള്ള ഏരിയ. ഓപ്ഷൻ സി ആണ് ശരിയുത്തരം, 51 മീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ടു ബി ആഡഡ് ടു 631 ടു മേക്ക് എ പെർഫെക്റ്റ് സ്ക്വയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് 631ൻ്റെ കൂടെ ഏത് ചെറിയ സംഖ്യ കൂട്ടിയിട്ടുണ്ടെങ്കിലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 45, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 25, ഓപ്ഷൻ ഡി 36.
അപ്പോൾ അങ്ങനെയെങ്കിൽ താഴെ ഈ ഒരു ഓപ്ഷനിൽ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഈ ഒരു 631 കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേത് സംഖ്യയാണ് പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 631ൻ്റെ കൂടെ നമുക്ക് 45 ആഡ് ചെയ്യാം. സോ 45 ആഡ് ചെയ്യുന്ന സമയത്ത് 6 വരുന്നു, 7 676 വരുന്നു. ദെൻ നെക്സ്റ്റ് 631 പ്ലസ് 30 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 1 6 661 ദെൻ നെക്സ്റ്റ് 631ൻ്റെ കൂടെ 25 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 6 ദെൻ 5 656 ദെൻ നെക്സ്റ്റ് 631ൻ്റെ കൂടെ 36 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 6 667. അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ നൽകിയിരിക്കുന്ന സംഖ്യകൾ ആഡ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളത് 676 661 656 667 ആണ്. അപ്പം 625 എന്ന് പറയുന്നത് 25ൻ്റെ സ്ക്വയർ ആണ്. സോ 26ൻ്റെ സ്ക്വയർ നമുക്ക് ഷോർട്ട് കട്ടിലൂടെ കാണാം. 26ൻ്റെ സ്ക്വയർ കാണാൻ 6ൻ്റെ സ്ക്വയർ 36 ആണ്, ശിഷ്ടം 3. 2 × 6 12 ആണ്, 12ൻ്റെ ഡബിൾ 24. 24 പ്ലസ് 3 എന്ന് പറയുന്നത് 27 ആണ്, ശിഷ്ടം 2. 2ൻ്റെ സ്ക്വയർ 4, 4 പ്ലസ് 2 6 676. അപ്പം 26ൻ്റെ സ്ക്വയർ ആണ്. അപ്പം 631 കൊണ്ട് 45 ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്. സോ ഓപ്ഷൻ എ ആണ് ശരിത്തരം 45. അടുത്ത ചോദ്യം, ദ സം ഓഫ് 2 numbers ഈസ് 8 ഇഫ് ദ സം ഈസ് 4 times their difference then the numbers are. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് 2 സംഖ്യകളുടെ തുക 8 ആണ്. രണ്ടാമത് പറയുന്നത് ഈ ഒരു സംഖ്യകളുടെ വ്യത്യാസത്തിനെ 4 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിലും എന്ത് കിട്ടുന്നുണ്ട്, സമ്മ് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആ സംഖ്യകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 3 5, ഓപ്ഷൻ ബി 6 2, ഓപ്ഷൻ സി 1 7, ഓപ്ഷൻ ഡി 4 4. ഓപ്ഷനുകളിൽ നൽകിയിരിക്കുന്ന സംഖ്യകളെല്ലാം കൂട്ടിയിട്ട് നമുക്ക് 8 കിട്ടുന്നുണ്ട്. സോ നമുക്ക് ഡിഫറൻസ് വെച്ച് നോക്കാം. അപ്പം 3ൻ്റെയും 5ൻ്റെയും ഡിഫറൻസ് 2 ആണ്. 2 × 4 ചെയ്തിട്ട് നമുക്ക് 8 കിട്ടുന്നുണ്ട്. അപ്പം ഡിഫറൻസിനെ കൊണ്ട് 4 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഖ്യകളുടെ തുക കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം ഓപ്ഷൻ 1-ലെ 3 5ഉം 3ൻ്റെയും ഡിഫറൻസ് തന്നെ 2 കിട്ടും. 2നെ കൊണ്ട് 4 ഗുണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 8 കിട്ടുന്നുണ്ട്. അപ്പോൾ ആ സംഖ്യകൾ എന്ന് പറയുന്നത് 3ഉം 5ഉം ആണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് 40 km/h. ഇറ്റ് ക്രോസസ് എ പോൾ ഇൻ 18 seconds. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ട്രെയിൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഒരു ട്രെയിനിൻ്റെ വേഗത 40 km/h അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു പോളിനെ 18 സെക്കൻഡ് കൊണ്ട് ആ ഒരു ട്രെയിൻ കവർ ചെയ്ത് പോകുന്നു. അങ്ങനെയെങ്കിൽ ആ ട്രെയിനിൻ്റെ നീളം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 190 മീറ്റർ, ഓപ്ഷൻ ബി 200 മീറ്റർ, ഓപ്ഷൻ സി 180 മീറ്റർ, ഓപ്ഷൻ ഡി 160 മീറ്റർ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്, അതായത് ട്രെയിനിൻ്റെ ലെങ്ത്ത്. സോ ഡിസ്റ്റൻസ് ഡി ഈസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ്. അപ്പോൾ ഇവിടെ സ്പീഡ് നമുക്ക് നൽകിയിരിക്കുന്നത് 40 km/h ആണ്. പക്ഷെ നമുക്ക് നൽകിയിരിക്കുന്ന ലെങ്ത്ത് മീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പം 40 km/h നമുക്ക് മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. ദാറ്റ് ഈസ് 40 × 5/18 ഇൻറ്റു നെക്സ്റ്റ് ടൈം ഇവിടെ നൽകിയിട്ടുള്ളത് 18 സെക്കൻഡ് ആണ്. സോ ഇൻറ്റു 18. അപ്പം 18 കട്ട് ചെയ്തു. ദെൻ 40 × 5 എന്ന് പറഞ്ഞാൽ 200 ആണ്. അപ്പോൾ 200 മീറ്റർ ആണ് ആ ഒരു ട്രെയിനിൻ്റെ ലെങ്ത്ത് വരുന്നത്. സോ ഓപ്ഷൻ ബി ആണ് ശരിത്തരം 200 മീറ്റർ. അടുത്ത ചോദ്യം, എ ഗാരിസൺ ഓഫ് 1000 men had provision for 48 days. However, a reinforcement of 600 men arrived. How long will now food last for? ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു മിലിറ്ററി ക്യാമ്പിൽ ഒരു 1000 men ഉണ്ട്. അപ്പോൾ അവർക്ക് കഴിക്കാനുള്ള ഫുഡ് 48 ദിവസത്തേക്കുള്ളതാണ്. അപ്പം എക്സ്ട്രാ ഒരു 600 men കൂടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫുഡ് എത്ര ദിവസം കൊണ്ട് കഴിയും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 30 ദിവസം, ഓപ്ഷൻ ബി 45 ദിവസം, ഓപ്ഷൻ സി 25 ദിവസം, ഓപ്ഷൻ ഡി 35 ദിവസം. അപ്പം നമുക്ക് M1 D1 ഈസ് ഈക്വൽ ടു M2 D2 എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് D2 കണ്ടാൽ മതി. അപ്പം ആദ്യത്തെ കേസിൽ 1000 പേർക്ക് കഴിക്കാനുള്ള ഫുഡ് 48 ദിവസത്തേക്കാണ് തികയുന്നത്. ഇനി 600 പേരും കൂടെ കൂടുന്നുണ്ട്. അപ്പം M2 എന്ന് പറയുന്നത് ഈ 1000 + 600 ആണ്. ദാറ്റ് ഈസ് 1600 ഇൻറ്റു D2. പിന്നെ നമുക്ക് D2 കണ്ടാൽ ദാറ്റ് ഈസ് D2 ഈസ് ഈക്വൽ ടു ഇവിടെ ഒരു 2 0 ഉണ്ട്, ഈ ഒരു 0 0 കട്ട് ചെയ്യാം. ദെൻ D2 ഈസ് ഈക്വൽ ടു
10 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 16. 48-ൽ 3 16 ഉണ്ട്. സോ ഇതോടെ കട്ട് ചെയ്യാം, 3 കൊടുക്കാം. സോ 10 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 30 ഡേയ്സ്. അപ്പം 1600 പേര് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഫുഡ് 30 ദിവസത്തേക്ക് തികയുള്ളൂ. സോ ഓപ്ഷൻ എ ആണ് ശരിയുത്തരം, 30 days. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് tan theta is equal to 4/3 then find the value of sin theta plus cos theta. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് tan theta വാല്യൂ 4/3 ആണ്. അങ്ങനെയെങ്കിൽ sin theta plus cos theta എന്തായിരിക്കും? ഓപ്ഷൻ എ 7/5, ഓപ്ഷൻ ബി 4/5, ഓപ്ഷൻ സി 3/5, ഓപ്ഷൻ ഡി 1. അപ്പം നമുക്കിവിടെ കാണേണ്ടത് sin theta plus cos theta ആണ് എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ tan theta നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ tan theta ഈസ് ഈക്വൽ ടു 4/3. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരയ്ക്കുക, റഫ് ഫിഗർ വരയ്ക്കുക. അപ്പോൾ ഇവിടെ തീറ്റ കൊടുക്കുകയാണെങ്കിൽ, ഇത് തീറ്റ കൊടുക്കുകയാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് tan theta. സോ 4 ഇവിടെ വരുന്നു, 3 ഇവിടെ വരുന്നു. അപ്പോൾ ഇത് 3യും ഇത് 4 ആണെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് 5 ആയിരിക്കും. ദാറ്റ് ഈസ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √25, ദാറ്റ് ഈസ് 5 ആണ്. അപ്പോൾ ഇനി സൈൻ തീറ്റയുടെ വാല്യൂ, അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് 4/5 പ്ലസ് നെക്സ്റ്റ് കോസ് തീറ്റ എന്ന് പറഞ്ഞെങ്കിൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, ദാറ്റ് ഈസ് 3/5. സോ ഇത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 5 ആണ്. സോ 4 + 3 7 ആണ്. അപ്പോൾ 7/5 ആണ് സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, ദ പോപ്പുലേഷൻ ഓഫ് എ വില്ലേജ് ഈസ് 16,220. ഔട്ട് ഓഫ് ദസ് 55% ആർ മെൻ ആൻഡ് ചിൽഡ്രൻ, ദെൻ വിമൻസ് ആർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു വില്ലേജിലെ പോപ്പുലേഷൻ 16,220 ആണ്. അതിൽ 55% മെന്നും ചിൽഡ്രൻസും ആണ്. അങ്ങനെയെങ്കിൽ വിമൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ 7,299, ഓപ്ഷൻ ബി 7,295, ഓപ്ഷൻ സി 7,399, ഓപ്ഷൻ ഡി 7,699. അപ്പം 55% മെൻ ആൻഡ് ചിൽഡ്രൻ ആണ്. അങ്ങനെയെങ്കിൽ വിമൻസ് എന്ന് പറയുന്നത് 45% ആയിരിക്കും. അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് 16,220 ആണ്. അപ്പോൾ 16,220ൻ്റെ 45% എത്രയാണോ അതായിരിക്കും സ്ത്രീകളുടെ എണ്ണം. സോ 16,220 ഇവിടെ നമുക്ക് ഡോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 1622 എന്നുള്ളത് 10% ആണ്. സോ 1622 10% ആണ്. അപ്പോൾ നമുക്ക് 45% ആണ് നമുക്ക് കാണുന്നത്. 4 കൊണ്ട് ഗുണിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഖ്യനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 40% ആയിരിക്കും. 4.5 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 45% കിട്ടും. ദാറ്റ് ഈസ് 1622 ഇൻറ്റു 45 ചെയ്യാം. ഇതിനൊരു ഡെസിമൽ പോയിന്റ് നമുക്ക് മാറ്റി കൊടുത്താൽ മതി. 5 2 10 ശിഷ്ടം 1, ദെൻ 2 5 10 ശിഷ്ടം 1 11 ശിഷ്ടം വീണ്ടും 1 1, 6 5 30 1 31, ദെൻ ശിഷ്ടം 3 വന്നു, 1 5 5 5 3 8. ദെൻ നെക്സ്റ്റ് 4 × 2 8 ആണ്. 4 × 2 വീണ്ടും 8 വന്നു. 6 4 24 ശിഷ്ടം 2, ദെൻ 1 4 4 2 6. സോ ഇത് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 0. ഇവിടെ ഡെസിമൽ പോയിന്റ് കൊടുക്കുക. 1 8 9, ഇവിടെയും 9, 8 4 12 ശിഷ്ടം 1, 6 1 7. 7,299 ആണ് ഇതിൻ്റെ 45%. അപ്പോൾ സ്ത്രീകളുടെ എണ്ണം എന്ന് പറയുന്നത് ഓപ്ഷൻ എ 7,299 ആണ്. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.